ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർക്കേഞ്ചൽ മൈക്കൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിങ്ങളെ ആകർഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. അതേപോലെ തന്നെ സെക്കൻഡ് പിക്ചർ വന്നിട്ട് ഇതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് എങ്കിൽ, ഈ ഒരു ചിത്രമാണ് എങ്കിൽ ഇത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1, ആർക്കേഞ്ചൽ മൈക്കൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. The World card, 7 of Swords, 2 of Pentacles, Ace of Swords, 8 of Swords and Queen of Swords. ഫസ്റ്റ് കാർഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവൽ ഓഫ് വിക്ടറി, സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആർക്കേഞ്ചൽ മൈക്കൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിങ്കൽ വിശ്വസിക്കുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോള്, നിങ്ങളുടെ ആത്മാവിനെ നർച്ചർ ചെയ്യേണ്ട സമയമാണ്. ലിസൺ ടു യുവർ സോൾ, ലിസൺ ടു ദ മ്യൂസിക് ദാറ്റ് ക്യാൻ ഹീൽ. അതായത് നിങ്ങളുടെ മനസ്സിനെ, ആത്മാവിനെ സുഖപ്പെടുത്തുന്ന തരത്തിലുള്ള സംഗീതം കേൾക്കുക എന്ന് പറയുന്ന പോലെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആത്മീയത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. അത് നിങ്ങളുടെ ആ ഒരു ലോകത്തെ, അതായത് ലോകത്തിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾ ഓരോരുത്തരുടെയും സ്കെൽറ്റൻ എന്ന് പറയുന്ന പോലെ ഒരു ജീവിതത്തിൻ്റെ ഫ്രെയിം വർക്ക് സ്പിരിച്വാലിറ്റി ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എങ്ങനെയാണോ സംഗീതം നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവുമായിട്ട് ആ ഒരു റെസനേറ്റ് ആവുന്നത്, അതുപോലെ സ്പിരിച്വാലിറ്റി മ്യൂസിക്കും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മ്യൂസിക് എന്ന് പറയുന്നത്, സംഗീതം കേൾക്കുന്നത് നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതത്തിലാണെങ്കിൽ കൂടി സംഗീതത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് എത്തുന്ന ഒരു വഴി. കാരണം അത് ദൈവത്തിങ്കിലേക്ക് എത്താനുള്ള, ആത്മീയതയിലേക്കുള്ളതും മനസ്സിനെ സുഖപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വഴിയാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്നും, അല്ലെങ്കിൽ പാട്ട് കേട്ടിരിക്കാം, പലരും പറയാറുണ്ട് പാട്ട് കേട്ടിരിക്കുന്നതിനെ കുറിച്ച്. പക്ഷെ അതിനൊന്നും സമയമില്ല, അല്ലെങ്കിൽ ഒന്നിനും സമയമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നതോ പാട്ട് പാടുന്നതോ നിങ്ങളുടെ മനസ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ഒരു തരത്തിൽ സംഗീതം എന്ന് പറയുന്ന ആ ഒരു പ്രപഞ്ചശക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിൽ കൂടിയിട്ട് അതിനെ കാണാവുന്നതാണ് എന്നുള്ളത് കൂടിയിട്ടാണ്. ഇവിടെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കുന്നില്ല, ജീവിതം ആസ്വദിക്കുക. പഴയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദൈവം ത്യാഗമാണ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല മതത്തിലും പറയുന്നുണ്ടാവും ദൈവം ത്യാഗമാണ് എന്നുള്ളത്. അപ്പോൾ ത്യാഗം ചെയ്യുക എപ്പോഴും. അപ്പോൾ സ്വയം നമ്മൾ ത്യാഗം എന്ന് പറയുന്നത് സ്വയം എന്തോ വേദനിപ്പിച്ചാൽ ദൈവത്തിലേക്ക് അടുപ്പം കൂടും എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ പഴയകാല അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ചിന്തകളും വച്ചു പുലർത്താതെ ജീവിതം ആസ്വദിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. മറ്റൊരു ജീവിയെയും, അത് മനുഷ്യനായാലും മൃഗമാണെങ്കിലും മറ്റൊരു ജീവിയെയും
ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ദൈവത്തോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ദ്രോഹിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ നൽകുന്നത്. ആ ഒരു മെസ്സേജാണ് നിങ്ങൾക്കായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് സോഡ്സ് എനർജിയാണ്. 7 ഓഫ് സോഡ്സ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്ന ഒന്ന് വളരെയധികം നിങ്ങളുടെ കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ചുറ്റുപാടും പല ആളുകളെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഒത്തിരി ആളുകളെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുണ്ടാവും. ചിലപ്പോൾ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നവർ, പൊളിറ്റിക്സിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ നിൽക്കുന്നവർ. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കണക്ഷൻസ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നതായിട്ടും ഉള്ളൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് നിങ്ങളതിനെ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ബാധ്യത കൊണ്ട് തരുന്നുണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും കർമ്മഫലം. ഓരോരുത്തരും ഓരോ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് അത് ചിന്തിക്കില്ല. കാരണം നമുക്ക് പരിചയങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ ചെയ്ത തെറ്റിൽ നിന്ന് നിങ്ങളുടെ പരിചയത്തിൻ്റെ പുറത്ത് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ കർമ്മ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവ് കർമ്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ ലൈഫിൽ പലതരത്തിലുള്ള സാധ്യതകൾ ആരോഗ്യപരമായിട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആ രീതിയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടുന്ന പ്രായശ്ചിത്തം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും അറിയാവുന്നൊരു കാര്യമായിരിക്കും മാർക്കറ്റിംഗ് തന്ത്രം. ഇപ്പം ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പോൾ പണ്ടൊക്കെ പഴയ കാലത്തെ ആളുകൾ പറയും, ഇപ്പോൾ കടയിൽ പോയാൽ ആവശ്യമുള്ളത് മാത്രമാണ് വാങ്ങിക്കുക, മാത്രമല്ല ആ ഒരു സമയത്ത് ഇത്ര സാധനങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇന്ന് പലതരം കമ്പനിയുടെ നൂറുകണക്കിന് ഒരേ കാര്യത്തിന് നൂറുകണക്കിന് കമ്പനികളുണ്ട്. അപ്പോൾ ഒന്നത്, രണ്ടാമത് ഡിസ്കൗണ്ട്. പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കുന്നു. അതായത് വേണ്ടാത്തതൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത്. ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡയറക്റ്റാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, എന്താണ് വേണ്ടതെന്ന് എഴുതിക്കൊണ്ട് പോയിട്ട് ആ വേണ്ടുന്ന സാധനങ്ങളുടെ സെഷനിൽ മാത്രം പോയിട്ട് ആ കണ്ണ് കെട്ടിയിട്ട് കുതിരയെ വിടുന്നു എന്ന് പറയുന്ന പോലെ അത് മാത്രം എടുത്തിട്ട് വരാം. ചുറ്റുപാടും എന്തൊക്കെ ഉണ്ടെങ്കിലും ആ കാര്യങ്ങൾ എടുത്തിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ചിലവ് ശരിക്കും നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും. ഇവിടെ ചില ആളുകൾ ചിലവ് ചുരുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ഈ പറഞ്ഞ പോലെ അഴിച്ചുവിട്ട ആന കരിമ്പിൻ കാട്ടി കയറിയ പോലെ കാണുന്നതെല്ലാം തച്ചുടയ്ക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ഡയറക്റ്റ് എനർജി ആവാം. ഷോപ്പ് ഹോളിക്കായിട്ടുള്ള ആളുകൾക്കായിരിക്കാം ഇത് പറഞ്ഞിട്ടുള്ളത്. മറ്റു ചിലരെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രം എടുക്കുക, നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ അത് എടുക്കാതിരിക്കുക. ഇവിടെ ഒരു എനർജി, സ്ട്രോങ് എനർജി കാണിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ വകയായിട്ടുള്ള എന്തോ ഒരു സർക്കാർ അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് ഇന്ന രീതിയിൽ വേണ്ടുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു തരത്തിലുള്ള അർഹതയും ഇല്ല എങ്കിൽ കൂടി മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ മേലധികാരികളോ അല്ലെങ്കിൽ മുകളിലിരിക്കുന്നവരോ പരിചയമുള്ളവരോ ഒക്കെ ഉള്ളത് കൊണ്ട് ആ ആനുകൂല്യം നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് അർഹതയില്ല എങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ആ അർഹതപ്പെട്ടവരിൽ നിന്ന് അത് നേടിയെടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾ ചില കാര്യങ്ങൾ അർഹതപ്പെട്ടവരിൽ നിന്ന് മാറ്റി നേടിയെടുക്കുമ്പോൾ ആ വ്യക്തികളുടെ ശാപം നിങ്ങളുടെ മേൽ പതിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അത് പല രീതിയിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് എടുത്ത് പറയുന്നു. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി ഉണ്ടല്ലോ, ഇത് ചില ആളുകളിൽ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ആവാം. കാർമിക് ഡെപ്റ്റാണ്. നിങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഇത് ചെയ്ത്, നിങ്ങളുടെ പാരൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ വളരെ അർഹതപ്പെട്ടിട്ട് അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ പാരൻസോ ആരെങ്കിലുമാണ് ഇത് നേടിയെടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ ആ നെഗറ്റീവ് കർമ്മ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾ പലതും ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകിൽ ഈ ഒരു കാർമിക് ഡെപ്റ്റ് ആവാം. അത് എല്ലാവരിലും അങ്ങനെയാണെന്നല്ല. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്
ഈ ഒരു ലൈഫിൽ പല ഫേസസ് ഉണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫേസിൽ നിങ്ങളൊരു ലൈഫ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ബാലൻസ് മുന്നോട്ടേക്ക് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റും. എന്തെങ്കിലും കാർമിക് ഡെപ്റ്റ് ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ നല്ല രീതിയിൽ അത് നിറവേറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അമിതമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യാതിരിക്കുക. അതായത് പ്രോപ്പറായിട്ടൊരു ബാലൻസ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന അനിവാര്യത മനസ്സിലാക്കുക. വേണ്ടതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ. അതായത് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടേതാണെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുക. അതല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല മറ്റൊരാളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഏറ്റെടുക്കാതിരിക്കുക. അത് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക. അതായത് ബാലൻസിൽ നിർത്തുക. എവിടെ, എന്ത്, എങ്ങനെ, എപ്പോൾ എന്നുള്ളത്. അത് ഫിനാൻഷ്യൽ കാര്യങ്ങളിലും ബാധകമാണ് എന്നുള്ളതിലെടുത്ത് പറയുന്നു. മറ്റൊരാൾക്ക് ലോണിന് വേണ്ടിയിട്ട് നിന്നുകൊടുക്കുക, അതായത് ജാമ്യം നിൽക്കുക, ഇതുപോലെയുള്ള പരിപാടികൾക്കൊന്നും പറ്റിയ സമയമല്ല എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് സോട്സ് എനർജിയാണ്. നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് നല്ലൊരു സാധ്യതയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. ഈ ഒരു എനർജി പറയുകയാണ് എങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു തുടക്കമാണ്. പുതിയൊരു ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുതിയ ഐഡിയാസ്, പുതിയ ക്ലാരിറ്റി ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, സത്യസന്ധത നിങ്ങളോട്, അതായത് നമ്മൾ അവനവനോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. അതേപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രപഞ്ചശക്തിയോട്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ പലതും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാത്തതാണ് എങ്കിൽ. മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഗുഡ്. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെസ്സേജാണിത്. നിങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരേ സമയം തന്നെ 3-4 മാനിഫെസ്റ്റേഷൻസ് പറയുന്നുണ്ടാവും. അപ്പോൾ ഏതിനാണ് പ്രയോറിറ്റി എന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ട്. അത് പറയുന്ന കാര്യമാണെങ്കിൽ എനിക്കൊരു ജോലി വേണം എന്നുള്ളൊരിതാണ് പറയുന്നതെങ്കിൽ, ജോലി എവിടെ, എന്ത്, എങ്ങനെയൊന്നും പറയുന്നില്ല എങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ജോലി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാനേജർ പൊസിഷനിൽ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ജോലി എന്ന് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി ഒരു പക്ഷേ ക്ലറിക്കലോ അതിന് താഴെയുള്ളതായിരിക്കാം. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന ജോലിയിൽ നിന്ന് മാത്രമായിരുന്നു. എന്ത് ജോലി, എവിടെ. അപ്പോൾ എല്ലാം സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് അനിവാര്യമാണ്. ഓവർ അനലൈസ് ചെയ്യാതിരിക്കുക. അതേസമയം തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ 8 ഓഫ് സോട്സ് എനർജി. ഈ ഒരു 8 ഓഫ് സോട്സ് എനർജി നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു എനർജി എന്ന് പറയാം. കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ, അതായത് നിങ്ങൾക്ക് ഒന്നും പറ്റില്ല, നിങ്ങളുടെ കൈകൾ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ സ്റ്റക്കാണ്, എനിക്ക് മുന്നിൽ നിന്ന് എനിക്ക് പുറകോട്ടേക്ക് കടക്കാൻ പറ്റില്ല എന്നൊക്കെയൊരു ചിന്ത ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങളെ തന്നെ വിട്ടുകളയുക എന്നുള്ളത് ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു കാര്യം. നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതായത് നെഗറ്റീവ് എനർജിക്ക്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആ ഒരു ഹെൽപ്ലെസ്നെസ് നിങ്ങൾ ഫീൽ ചെയ്യുകയാണ്. നിങ്ങളത് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു ലോ വൈബ്, ലോ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂസ് ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കുക. തീരുമാനത്തിനനുസരിച്ച് നിങ്ങളെ ഫ്രീ ചെയ്യാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതല്ല ചൂസ് ചെയ്യുന്നത്, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്, എനിക്ക് ആരുടെയും സഹായമില്ലാതെ മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ രീതിയിലായിരിക്കും. കാരണം ഇവിടെ ഒരു ഫ്രീ വില്ലെന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ പറയല്ലോ, ദൈവത്തിനോട് വരം ചോദിക്കുമ്പോൾ തഥാസ്തു, അതായത് എങ്ങനെ നീ ചിന്തിക്കുന്നു അങ്ങനെ ആവട്ടെ. ഫ്രീ വില്ലാണ് അവിടെ, നിൻ്റെ ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് സോട്സ് എനർജിയാണ്. ഈ ഒരു എനർജി, ക്യൂൻ ഓഫ് സോട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പല കാര്യങ്ങളെ സംബന്ധിച്ചൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകേണ്ടുന്ന അനിവാര്യതയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്.
അതേപോലെ ഈ ക്യൂൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒട്ടും തന്നെ ഒരു ദാക്ഷിണ്യമോ ദയോ ഇല്ലാതെയുള്ളൊരു പെരുമാറ്റം നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ഷാർപ്പായിട്ട് ചിന്തിച്ച് അനലൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കരിയറിൽ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും വളരെ ഷാർപ്പ് അനാലിസിസോട് കൂടിയിട്ടായിരിക്കും ചെയ്യുന്നത്. നല്ല കെയർഫുള്ളായിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാം ഒരു ബിസിനസ് മൈൻഡോട് കൂടിയായിരിക്കും. അതായത് നിങ്ങളെല്ലാം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ബിസിനസ്സിൽ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടും റിയലിസ്റ്റിക്കായിട്ടും ഒക്കെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട് സിറ്റുവേഷനിൽ. എന്നാൽ ഇമോഷണലി നിങ്ങൾ കുറച്ച്, അതായത് ഇമോഷൻസായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളൊരു ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ കോൾഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല ഒരു മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഇമോഷണലി ഇൻഡിഫറൻ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പെരുമാറി പോകും. കാരണം നിങ്ങൾ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു ദയാദാക്ഷിണ്യം, കാരുണ്യം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് വരിക. അത് നിങ്ങളുടെ കരിയർ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ കൂടിയും ഒന്ന് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് സംസാരിക്കുക, സ്ട്രോങ് ആയിട്ട് സംസാരിക്കാം, പക്ഷെ ഹാർഷ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി 6 ഓഫ് വോൺസ് എനർജി എന്ന് പറയുന്നത് സക്സസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളൊരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ കരിയർ വൈസ്, പ്രൊഫഷൻ വൈസ് വളരെ ഹയർ പൊസിഷനിലേക്ക് എത്തുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ പറയാനുള്ള കാര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹവും ദയയും ദാക്ഷിണ്യവും കളയാതെ ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു ഹയർ പൊസിഷനിലായതുകൊണ്ട് ക്രൂരമായിട്ട് പെരുമാറണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ നല്ല രീതിയിൽ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 3, ആർക്ക്ഏഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് നൽകുന്ന, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 2 ആർക്ക്ഏഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. Knight of Cups, 10 of Wands, Page of Cups, 10 of Cups, Chariot energy, beautiful energy, Page of Wands, beautiful energy, ending and new beginnings, and 10 page, Knight, Chariot, Ace of Pentacles ആണ് നിങ്ങളുടെ മെയിൻ തീമായിട്ടും വന്നിരിക്കുന്നത്. വണ്ടർഫുൾ എനർജിയാണ് പൈൽ നമ്പർ 2. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് തന്നെ വന്ന് നിൽക്കുന്നത് പ്രണയമാണ്. നിങ്ങളിലേക്ക് പ്രണയം എത്തുന്നു എന്നുള്ള രീതിയിലാണ്. ലവ് ആണ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആർക്ക്ഏഞ്ചൽ മൈക്കിൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രണയം, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം, നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ളൊരു ജീവിതമാണ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ലൈഫ് എപ്പോഴും നമ്മൾ ചിന്തിച്ച പോലെ ആയിരിക്കണമെന്നില്ല. പക്ഷേ പല സിറ്റുവേഷനിലും, പല സാഹചര്യത്തിലും നമ്മളെ തന്നെ എല്ലായിടത്തും നമ്മളെ തന്നെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കും. പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ മറന്നു പോകാതിരിക്കും. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ലൈഫ് എവിടെയാണ് നിർത്തേണ്ടത്, നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ഇത് വിവാഹം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ വിവാഹം നോക്കുന്നുണ്ട്, അടുത്ത വിവാഹമൊന്നും നടന്നിട്ടില്ല എങ്കിൽ ആർക്ക്ഏഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുന്നു, നിങ്ങളൊരു പ്രണയത്തിലേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് മാരേജിന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ചില ആളുകൾക്ക്, ഇതെല്ലാവരിലും അല്ലെങ്കിലും ഒരു 2% ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. കാരണം
ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞു, നിങ്ങളൊരു സെക്കൻഡ് മാരേജ് ആണിപ്പോൾ നിങ്ങളുടെ നിലവിലുള്ളത്. സെക്കൻഡ് മാരേജോ തേർഡ് മാരേജോ ആവും ചില ആളുകൾക്ക്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു മാരേജും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ഒരു തരത്തിലും പറ്റുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു മാരേജ് ഒന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇതൊരു സെക്കൻഡ് ഓർ തേർഡ് മാരേജ് ആണ്. ആ ഒരു സിറ്റുവേഷനിലിരിക്കെ ഇതിൽ നിന്ന് പുറത്ത് കടക്കുക അല്ലെങ്കിൽ ഈ ഒരു മാരേജ് മുന്നോട്ടേക്ക് പോകാതെ വരുമ്പോൾ പൊതുവിൽ ചുറ്റുപാടുമുള്ള ആളുകൾ അറിയാമല്ലോ, എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് നിങ്ങളുടെ ചുറ്റിനും. അപ്പോൾ കുടുംബത്തിൽ നിന്നാണെങ്കിലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോവുക. കാരണം ഇതും ഇല്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ അപ്പോൾ നിന്റെ കുഴപ്പമാണ് എന്ന് തന്നെയല്ലേ പറയൂ എന്നുള്ളൊരു ചിന്തയിലേക്കും അങ്ങനെ ഒരു ചോദ്യത്തിലേക്കും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് സന്തോഷം തരുന്നത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇനി സെക്കൻഡ് അല്ല തേർഡ് ആണെങ്കിൽ കൂടിയും ചില ആളുകളുടെ ഒരു സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ബാഹ്യമായിട്ട് നിന്ന് പറയുന്ന ആളുകൾക്ക് അത് കാരണം നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മാരേജ് ചിലപ്പോൾ അബ്യൂസീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. സെക്കൻഡ് മാരേജിലും ഈവൻ തേർഡ് മാരേജിലാണെങ്കിൽ കൂടി ആ വ്യക്തികളും സിമിലർ ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവുക. വിവാഹം കഴിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു സെക്കൻഡ് മാരേജിലോ ചിലപ്പോൾ അവർ അബ്യൂസീവ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾക്കൊരു വില തരുന്നുണ്ടാവില്ല. ആ ഫാമിലിയിൽ നിങ്ങളൊരു വീട്ടിലൊരു ജോലിക്കാരി എന്നുള്ള രീതിയിലാവും സ്ത്രീകളെ സംബന്ധിച്ച്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതേപോലത്തെ തന്നെ ഒരു എനർജി, ഒരു വില കിട്ടാത്ത ഒരു എനർജി ആവാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇനിയും പ്രണയം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു പ്രണയം ഇനിയും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ഒരു നിങ്ങളെ സംബന്ധിച്ച് പ്രണയം മറ്റു തലത്തിലേക്കുള്ള ചിന്തകളിലുള്ള ആളുകൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് പിന്നെ മറ്റുള്ളവരെ സംബന്ധിച്ച് പ്രണയാഭ്യർത്ഥനകൾ, പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫാമിലിയിൽ നല്ലൊരു പ്രണയാദ്രമായിട്ടുള്ള അന്തരീക്ഷം, സ്നേഹനിർഭരമായിട്ടുള്ള സാഹചര്യമൊക്കെ പലരിലും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 10 of Wands എനർജിയാണ്. ഈ ഒരു എനർജി ഓഫ് 10 of Wands സൂചിപ്പിക്കുന്നത് ഫൈനലി നിങ്ങളുടെ ഭാരമൊക്കെ ഇറക്കി വെക്കുന്ന സമയം എന്നുള്ള രീതിയിൽ നമ്മൾ 10 of Wands എനർജി പൊതുവേ കാണിക്കുന്നത് നിങ്ങൾ ഒത്തിരി ഭാരങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ ഇറക്കി വെക്കുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരർത്ഥമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജനറൽ എനർജി അല്ല ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത്. മേക്ക് ഷുവർ യു ആർ ആക്ടിങ് ഇൻ എ വേ, നിങ്ങളുടെ ശരിയായിട്ടുള്ള നിങ്ങളുടെ ഹയർ വാല്യൂസിന് ഒത്തിട്ടുള്ള ആ ഒരു നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് വില കൊടുക്കുന്ന രീതിയിലാണോ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കുക. കാരണം നിങ്ങളിപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ എനർജിയിൽ മറ്റുള്ളവർ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യവുമില്ല. എന്തിനും മുകളിലായിട്ട് നിങ്ങളുടെ ആ ഒരു ഹൈ വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരാണ് എന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഒന്നിനും ആർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ ബലി കഴിക്കാതിരിക്കുക. ഇവിടെ ഒരു ത്യാഗമാണ് കാണിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. യു ഡിസേർവ് ദ സക്സസ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതിൽ നിന്നും ആർക്കും ഒന്നിനും നിങ്ങളെ തടയാനാവില്ല. അതിന് തടയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നുണ്ട് എങ്കിൽ ഫ്യൂച്ചറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒഴുകിപ്പോകുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ആ ഒരു ത്യാഗത്തിന് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങളിപ്പോഴേ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സെൽഫ് എക്സ്പ്രഷൻ വളരെ അനിവാര്യമാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, തുറന്ന് സംസാരിക്കുകയും തുറന്ന് പറയുകയും ചെയ്യുക. നെക്സ്റ്റ് എനർജി ഓഫ് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി പേജ് ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം ചിന്താശേഷിയുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ അവബോധ മനസ്സ് വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും അതായത് സ്വപ്നങ്ങൾ എന്താണോ മനസ്സിലുള്ളത്, നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ അടുത്തിടെ സ്ഥിരമായിട്ട് സ്വപ്നങ്ങൾ കാണാറുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തോട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട്
ഇൻറ്റ്യൂട്ടീവ് ആവുന്നത് കൊണ്ട് കൂടിയാവാം ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസെക്യൂറായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരായിട്ട് സംസാരിക്കുക. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഹൃദയം കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ മറ്റുള്ളവരോടുള്ള സ്നേഹവും സഹാനുഭൂതിയും മറ്റു കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു യുവർ ഡ്രീംസ്, അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന കാര്യം വരുമ്പോൾ മനസ്സുകൊണ്ടാവരുത്. ആ സമയത്ത് നിങ്ങൾ ബ്രെയിൻ കൂടി ഉപയോഗിക്കുക. അതായത് റിയലിസ്റ്റിക് ആവുക, പ്രാക്ടിക്കൽ ആവുക. നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ കാര്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ ബിസിനസ്, വെൻ ഇറ്റ് കംസ് ടു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുമ്പോൾ യു നീഡ് ടു ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ഇമോഷൻസ്. മറ്റ് ചില ആളുകളുടെ ഇമോഷൻ ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ സ്വപ്നം മനസ്സിൽ നിന്ന് മായ്ക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. ഓക്കെ, 10 ഓഫ് കപ്സ് എനർജിയാണ് ഈ ഒരു എനർജി. 10 ഓഫ് കപ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 ഓഫ് കപ്സ് എനർജി പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷം, നല്ല കുടുംബം, നല്ല കരിയർ, ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും നല്ല സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം, ആളുകൾ, സാഹചര്യങ്ങളൊക്കെ, ഹാപ്പി ഫാമിലി, നല്ല നല്ല റിലേഷൻഷിപ്പ്, നല്ല സൗഹൃദങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ചുറ്റും കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരിൽ തേടുന്നുണ്ട് എങ്കിൽ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. നിങ്ങൾ സന്തോഷിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ നിങ്ങളതല്ല തീരുമാനിക്കുന്നത്, ലൈഫിൽ നെഗറ്റിവിറ്റീസ് ആണ്, സന്തോഷമില്ല എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നിലനിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നിലനിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് വരണമെങ്കിൽ ആദ്യം നിങ്ങൾ തീരുമാനിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്ന് തുടങ്ങുമ്പോൾ കൂടെയുള്ള മറ്റുള്ളവരും സന്തോഷിക്കാൻ തുടങ്ങുന്നുണ്ടാവും. കാരണം നിങ്ങളായിരിക്കും ഒരു പക്ഷേ ഈ സന്തോഷത്തെ പുറകോട്ടേക്ക് വലിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ഫാമിലിയാണ്. ജീവിതത്തിലേക്ക് ഗ്രേറ്റ്ഫുൾനെസ്, നന്ദി പ്രകടിപ്പിക്കുക എല്ലാത്തിനോടും എല്ലാവരോടും. ആ ഒരു നന്ദിയും ജീവിതത്തിലൊരു അസഹിഷ്ണുതയില്ലാതെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ്. ഇവിടെ ഒരു പ്രഗ്നൻസി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ചെറിയറ്റ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇത് എന്തോ വാങ്ങിക്കുന്ന കാര്യത്തിലാണ് കാണിക്കുന്ന ഒരു പക്ഷേ. എന്തെങ്കിലും വാഹനം വാങ്ങിക്കുന്നതാവാം, അതല്ല എങ്കിൽ വീടോ മറ്റു കാര്യങ്ങളോ കുറച്ചധികം വിലപിടിപ്പുള്ള എന്തോ ഒന്ന് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു കാറ്, ബൈക്ക് അതുപോലുള്ള കാര്യങ്ങളാവാം. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും, അതായത് വീട് വാങ്ങിക്കാനുള്ള സിറ്റുവേഷൻ ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഈ വീട് ഇപ്പോൾ വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്ത മൈൻഡിലുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീട് വാങ്ങിക്കുക എന്നുള്ളൊരു പറ്റിയൊരു സമയമാണോ എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അതിന് പറ്റിയൊരു സമയം കൂടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ജീവിതത്തിൽ ഒരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ബാക്ക് ആൻഡ് ഫോർത്ത് സ്റ്റെഡ് ഫാസ്റ്റ്നെസ് കാണിക്കുന്നുണ്ട്. അതായത് ബാക്ക് ആൻഡ് ഫോർത്ത്, മുമ്പോട്ടേക്ക് പോവുക, വീണ്ടും പുറകോട്ടേക്ക് വരിക, അതായത് മുമ്പ് പുറകെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ബാലൻസ് ജീവിതത്തിൽ വേണ്ടുന്ന ഒരു കാര്യമാണ്, വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത്. മേക്ക് ഷുവർ നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് പൈസ ഒന്നിനും ചിലവാക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെയധികം നല്ലത് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്ന വളരെയധികം അതായത് ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുന്നതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യമാണ്.
കാരണം നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിയായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ അളക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. ഇത് പേജ് ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് പുതിയൊരു പുതിയൊരു പേഴ്സ്പെക്റ്റീവിലൂടെ നിങ്ങൾ ലോകത്തെ തന്നെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ്. ഈ ഒരു പേജ് ഓഫ് വോൺസ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു വളരെ പോസിറ്റീവ്, ഒരു എക്സ്പ്ലോസീവ് എനർജിയാണ്. അതായത് നിങ്ങൾ വളരെ എൻതൂസിയാസ്റ്റിക് ആണ്. പുതിയ പുതിയ സ്കിൽസ് നേടുന്നുണ്ടാവും ചിലവർ. അപ്പോൾ അക്കാഡമിക്സിൽ, അതായത് എന്തെങ്കിലും പുതിയ ക്വാളിഫിക്കേഷൻസ്, എന്തെങ്കിലും സർട്ടിഫൈഡ് കോഴ്സസിലൊക്കെ ഭാഗമാകുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ കോഴ്സസിൽ ചേരുന്നുണ്ടാവും. നിങ്ങളുടെ ഡ്രീം, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ടാവാം. ആ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ മെയിൻ തീം എന്ന് പറഞ്ഞത് ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി, ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു തുടക്കം, പുതിയൊരു വീട്, പുതിയൊരു സ്ഥാപനം, ഇതിനൊക്കെയുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ചിന്ത മനസ്സിനെ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂ വെഞ്ചേഴ്സ്, ന്യൂ ഐഡിയാസ്, എല്ലാം പുതിയ പല മേഖലകളിലും പുതിയൊരു പുതുമ വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഏർത്തിലി അംബീഷനാണ്. അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, സാമ്പത്തികമായിട്ട്, ഫിനാൻസ്, കരിയർ, ഈ ഇത്യാദി കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ സമ്പത്ത്, സ്വത്ത്, സാമ്പത്തികമായിട്ടുള്ള കാര്യവും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് വലിയൊരു ഉയർച്ച, ഫിനാൻഷ്യൽ വിൻ. അപ്പോൾ ഒരു സോൾ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള, നിങ്ങളുടെ ഒത്തിരി സന്തോഷം തരുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച, കരിയർ വൈസ് ഉയർച്ച, ഈ ഒരു തരത്തിലുള്ള ഉയർച്ചയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ മുന്നോട്ടേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് കൂടിയിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് പൈൽ നമ്പർ 3. നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 3, ആർക്കേഞ്ചൽ മൈക്കൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ആർക്കേഞ്ചൽ മൈക്കൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 3. Page of Swords, 4 of Swords, World card, 9 of Pentacles, 6 of Wands, 5 of Wands. പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ്. സോ ഈ എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്ന സമയമാണ് ഇത് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളിൽ പലതിലും നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഏത് വഴിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ സോൾ സെർച്ചിങ് ടൈമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വളരെയധികം കോൺഷ്യസ് ആയിട്ടിരിക്കുന്നുണ്ടാവും പല കാര്യങ്ങളിലും. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ആത്മാവ് തേടിയുള്ള ഒരു യാത്ര, നിങ്ങളുടെ നിയോഗം തേടിയുള്ള യാത്രയൊക്കെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരിലും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. ചില ആളുകളും ജ്ഞാനം തേടിയുള്ള യാത്രയാവാം. അപ്പോൾ നിങ്ങളുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പുതിയ കോഴ്സസ് പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം.
അങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ജീവിതം എങ്ങനെ എവിടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, എവിടെ എന്ത് എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്നുണ്ടാകും. കാരണം ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് വിദേശത്ത് പോയിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇനി അഥവാ ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലയിടങ്ങളിലും പല സിറ്റുവേഷൻസിൽ മാറ്റം വരുന്നുണ്ട്, എങ്ങനെയാണ് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, എവിടെ എന്ത് എങ്ങനെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. വളരെ പ്രായോഗികമായിട്ടുള്ള പല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തീരുമാനം, അത് പിന്നീട് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ കാലഘട്ടവും ജോലിയൊക്കെ കഴിഞ്ഞൊരു ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾ ജീവിതം വിവാഹമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഓൾറെഡി ആയി ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ലൈഫിൽ. കാരണം ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്ക് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അലൈൻ ചെയ്യാണ് ജീവിതം, ഒന്ന് വീണ്ടും ഒരിക്കൽ കൂടി അലൈൻ ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന്. നിങ്ങൾ പുതിയൊരു വിസ്റ്റം, ന്യൂ ഫൗണ്ട് വിസ്റ്റമാണ് നിങ്ങൾക്ക്. അതായത് പുതിയ ലെവലിൽ പ്രത്യേകമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് സോർഡ്സ് എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ ഇതുവരെ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സമയം കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. പലരും ഒന്ന് റിലാക്സ് ചെയ്ത് ജീവിതം ആസ്വദിക്കുന്ന സിറ്റുവേഷനാകാം. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ റിട്ടയർമെൻറ്റ് ഫേസ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇത് ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്ന് റിലാക്സ് ആയിട്ട്, ഇപ്പോൾ അടുത്തൊക്കെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ടൊന്ന് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ പറയുകയാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. റിലാക്സ്ഡ് ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരവസരം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇത് ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഹോം സിക്നെസ് ആണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോകാൻ അടുത്തെങ്ങും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നാടിനോടൊരു പ്രണയം അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയം ഇത് കാണിക്കുന്ന ഇറ്റ്സ് ടൈം ഫോർ ഒരു ചേഞ്ച്, ഒരു ചേഞ്ചിന് പറ്റിയൊരു സമയം കൂടിയിട്ടാണിത്. കാരണം ചില ആളുകൾ ഒത്തിരി ബേൺഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ലൈഫിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങളുടെ ബോഡി, മൈൻഡ്, സോൾ, അതായത് നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു യാത്രയായിട്ട് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകളും എന്തെങ്കിലും ശരീരം, അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആയുർവേദിക് മസാജ്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആയുർവേദ വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൂടെ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാവാം. അത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട്, അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഭക്ഷണ ക്രമീകരണം നടത്തി ചില പ്രത്യേകതരം കഷായങ്ങളോ കൂട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നതുമാവാം. ഇവിടെ പറയുന്നത് ആരോഗ്യപരമായിട്ട് എന്തോ ഇഷ്യൂസ് ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് ചില ആളുകൾക്ക്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചതായിട്ട് ഉണ്ട് എങ്കിൽ വിചാരിച്ചതിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനും നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക്
ഈ ഒരു ആരോഗ്യ പ്രശ്നം മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും പറ്റുമെന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. വേൾഡ് കാർഡാണ്. ഇനി ജീവിതം വീണ്ടും ആസ്വദിച്ച് തുടങ്ങാൻ പറ്റുന്ന എനർജി. ഇവിടെ പ്രത്യേകിച്ച് ചില ആളുകൾക്ക് ആരോഗ്യപരമായിട്ട് ഹാർട്ട് പ്രോബ്ലംസ്, സ്ട്രോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് പാരലൈസ്ഡ് ആയിട്ടുള്ളതോ, ഒരു ഭാഗം തളർന്നോ, മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഏതെങ്കിലും അവയവത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്, അവസരമുണ്ട്. ഇത് ജീവിത അവസാനമാണ്, ഞാനിവിടെ ജീവിതം അവസാനിച്ചു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളെങ്കിൽ അത് മാറ്റിയെടുത്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും. അതിന് ആദ്യം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഹീൽ ചെയ്യാതെ എനിക്ക് പറ്റുമെന്നുള്ളത്, എന്നിട്ട് നിങ്ങൾ ഇതൊരു ഹീലിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ഒരു ചികിത്സ വലിയ രീതിയിൽ കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. അപ്പോൾ ആ ഒരു ഹീലിംഗ് ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മുന്നേറ്റം എന്ന് തന്നെയാണ്. അത് ജീവിതം നിങ്ങൾ വീണ്ടും ആസ്വദിച്ചു തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ പറയുന്നത്. അപ്പോൾ എക്സ്പെക്ട് മിറാക്കിൾസ് എന്നുള്ളതാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുക, ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭരദേവത, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക പള്ളി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. റിന്യൂ യുവർ ഹോപ്പ്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ കഴിവിടാതെ മുന്നോട്ടേക്ക് പോവുക. എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽഡ്, ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ ആ ഒരു ആകാശത്തിൽ നിന്ന് മാലാഖമാർ നിങ്ങൾക്കായിട്ട് നല്ല സന്ദേശമാണ് തരുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ നിങ്ങളിലേക്ക് തരുന്നത്. ഇനി അങ്ങോട്ടേക്ക് ജീവിതം ആസ്വദിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് സോഡ്സ് ആണ് അഗെയിൻ കാണിക്കുന്നത്. 9 ഓഫ് സോഡ്സ് എനർജിയാണ് ഇവിടെ. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് തന്നെ നിങ്ങൾക്കിവിടെ ഈ ഒരു എനർജിയാണ്. ഒരു വ്യക്തി വളരെ വിഷാദ രോഗത്തിന്, അല്ലെങ്കിൽ ഇത് ഒരു എനർജി ചില ആളുകൾക്ക് വിഷാദ രോഗം തന്നെ ആയിരിക്കാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് സ്വയം ആ ഒരു വിഷാദ രോഗം ഉണ്ട് എന്നുള്ളൊരു തോന്നലോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലുള്ള പാനിക് അറ്റാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സ തേടുക കേട്ടോ. അതിന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. പക്ഷേ ചില ആളുകൾ വളരെയധികം തളർന്നു പോകും, അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അതപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാവുമ്പോൾ ചില ആളുകൾക്ക് അതായത് മെഡിസിൻ തന്നെ എടുത്താൽ മാത്രമേ അസുഖം മാറുമെന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മെഡിസിൻ തന്നെ എടുക്കണം, എന്നാലേ അത് മാറുള്ളൂ. ചില ആളുകൾ ചുക്കുകാപ്പി ഇട്ട് കുടിക്കുന്നുള്ളൂ അപ്പോൾ ചുക്കുകാപ്പി ഇട്ട് കുടിച്ചാലൊന്നും ഇത് മാറില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ. അത് കഴിച്ചില്ലെങ്കിലും അത് മാറുമായിരിക്കും, പക്ഷെ വിശ്വാസം, അതിപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വിശ്വാസമുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കറിയാവുന്ന വ്യക്തികളുണ്ട് ഇതുപോലെ മെഡിസിൻ, അത് കൊച്ചിലെ മുതൽ എന്തിനും ഏതിനും ആവശ്യമായിട്ടും മരുന്ന് കഴിച്ച് വളർന്ന ആളുകൾ ഇപ്പോൾ മരുന്ന് കഴിക്കാതെ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഇപ്പോൾ ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുത്താൽ പനി മാറും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പോൾ ഹീലിങ്ങിനൊന്നും ടൈം കിട്ടാറില്ല. നമ്മൾ ഹീലിംഗ് ചെയ്തിരുന്ന സമയത്ത് ചില വ്യക്തികളുടെ സ്വഭാവം, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ് തന്നെ ടോട്ടൽ മാറിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള വചനങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അവർ ലൈഫ് ലോങ് അവർ മെഡിസിനായിരുന്നു കഴിച്ചിരുന്നത്, മരുന്നുകൾ എല്ലാത്തിനും മരുന്നായിരുന്നു. അതിനുശേഷം അവർ പിന്നീട് പനി വരുമ്പോൾ ചുക്കുകാപ്പി ഇട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം കുടിച്ച് കഴിയുമ്പോൾ അവരുടെ പനി മാറുന്നു എന്ന് പറയാം. കാരണം അവരൊരിക്കലും അതിൽ വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് അവരെ ആ ഒരു നാച്ചുറോപ്പതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അതിനൊത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഹീലിങ്ങും എല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് സമയം ഫ്രീ ആയിരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഹീലിംഗ് ചെയ്തിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് എങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ 6 ഓഫ് വോൺസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് ദയാദാക്ഷിണ്യവും കാരുണ്യവും കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളോട് ദയാദാക്ഷിണ്യവും കാരുണ്യവും കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ. കാരണം ഈ ഒരു 6 ഓഫ് വോൺസ് എനർജി ഇവിടെ മറ്റുള്ളവർക്കല്ല ആവശ്യമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളാണ് ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ഇവിടെ ആഗ്രഹിക്കുന്നത്.
മറ്റുള്ളവരിൽ നിന്നിട്ട് മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നു. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പെസിമിസ്റ്റിക് ആണ്, ഒരു ഫെയിലിയർ ആണെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും ഈ ഒരു ഡിപ്രഷൻ. പക്ഷേ നിങ്ങളൊരു ഫെയിലിയർ അല്ല, സക്സസ് ആണെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. മറ്റുള്ളവർ, അതായത് എക്സ്റ്റേണൽ വാലിഡേഷൻ, മറ്റുള്ളവരിൽ നിന്നുള്ളൊരു വാലിഡേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്. കാരണം മറ്റുള്ളവർ പലതും പറയും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരിക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അതേപോലെ തന്നെ 5 of Wands എനർജിയാണ്. കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട്, ഏത് മേഖലയിലും ഏത് സാഹചര്യത്തിലും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ എന്താണ് പറയുക, സ്മൂത്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞാലും കോമ്പറ്റീഷൻ എപ്പോഴാണ് വരുന്നത് എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ പറയാം, നമ്മളിപ്പോൾ ടാരോ കാർഡ്സ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ടാരോ റീഡിങ് തുടങ്ങി. നമ്മൾ മായ സ്റ്റാറിൽ ആദ്യം തുടങ്ങിയ സമയത്ത് മലയാളത്തിൽ ടാരോ റീഡിങ് ഉണ്ടായിരുന്നില്ല, ചാനൽസ്, യൂട്യൂബ് ചാനൽ. പക്ഷെ അത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒത്തിരി തിരക്കുകളുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ തിരക്കുള്ള സമയമായതുകൊണ്ട് അതിലത്രയും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പക്ഷേ അതിൽ കുറച്ചങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയപ്പോൾ കൊറോണ സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോൾ പലരും യൂട്യൂബിലേക്ക് വന്നു, ഒത്തിരി പേര് ടാരോ എന്താണെന്ന് അറിഞ്ഞു, കേട്ടു, അതിലേക്ക് വരാൻ തുടങ്ങി, ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഒത്തിരി കോമ്പറ്റീഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോമ്പറ്റീഷൻസ് നിലവിലില്ലാത്ത സിറ്റുവേഷനിലാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് വരാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുണ്ട് അല്ലെങ്കിൽ വേറെ ഒത്തിരി പേരുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്കുള്ള സ്പേസ് എപ്പോഴും നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുമ്പോഴും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയല്ല, നമ്മൾ തന്നെയാണ്. ഇന്നലത്തേക്കാളും നമ്മൾ ഇന്ന് നന്നാവുന്നുണ്ടോ എന്നുള്ളത്. കാരണം മറ്റൊരാളായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റൊരു വ്യക്തി ആ വ്യക്തിയാണ്. ആ വ്യക്തിയായിട്ട് നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ചിന്തകളും നമ്മളുടെ നോളജും ഒന്നും ആ വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തിയുടെ നോളജും ചിന്തയും പലതും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ബെറ്റർ ആവണമെങ്കിൽ നമ്മൾ ഇന്നലെ എന്തായിരുന്നു അതിനേക്കാൾ ഇന്ന് കുറച്ചും കൂടി ബെറ്ററാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അവിടെ ശരിയായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ. സോ മറ്റൊരാളുമായിട്ടല്ല കോമ്പറ്റീഷൻ വേണ്ടത്, നമ്മളോട് തന്നെ കോമ്പറ്റീഷൻ നടത്തുകയാണെങ്കിലാണ് നമ്മൾ ബെറ്റർ ആവുക. കാരണം നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബെറ്റർ ആവേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്, നിങ്ങളുടെ മെയിൻ തീം. സോ റീബേർത്ത് ആണ്. സോ പഴയ നിങ്ങളുടെ സോള്, ആ ഒരു സോളിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ്. ഒരു റീബേർത്ത് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്, ഒരു ചേഞ്ചാണ്, പുതിയ അവെയർനെസ്, പുതിയ ബിലീഫ് സിസ്റ്റംസ്, എൻഡിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ്സ്, പുതിയ പ്രോസസ്സാണ്. ലൈഫിലൊരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ പുതിയ പോസിബിലിറ്റീസ് വരുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ് ആദ്യം വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.